അപ്പം നമ്മളിപ്പോൾ ഉള്ളത്, ഞാൻ ഫസ്റ്റത്തെ കയറാൻ പോയിരിക്കുന്ന പ്ലെയിനിലായിരുന്നു. ഞാൻ എൻ്റെ പ്രേത മാസ്ക് ഫിൽട്ടർ ഇട്ടേക്കുവാണ്. മുകളിൽ നമുക്ക് കാണാം ഓരോ സ്വിച്ചും ഇതൊക്കെ. ദേ അപ്പുറത്തെ സീറ്റൊക്കെയാണത്. പിന്നെ എൻ്റെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ മെനു ആണ് ഈ കാണുന്നത്. പിന്നെ ഞാനിതാ വന്നു, ഇന്നത്തെ ഭക്ഷണം വന്നിരിക്കുന്നു. അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു, പക്ഷേ പല്ലിൻ്റെ കമ്പി കാരണം എനിക്ക് വേദനയാണ്, തിന്നാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ ട്രെയിൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഈ തവണ കോണിപ്പടിയിലൂടെ ഇറങ്ങി ഞങ്ങൾ ബസ്സിൽ കയറാൻ പോകുന്നത്. ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് ഈ പ്ലെയിൻ എവിടെയാണോ ഇട്ടിരിക്കുന്നത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മളെ എയർപോർട്ട് വഴി ഈ ബസ്സിൽ കൊണ്ടുപോകും. കുറേ ആൾക്കാരായിരുന്നു. ആദ്യത്തെ സെറ്റ് തന്നെ ഞാൻ ഇറങ്ങിയതുകൊണ്ട് അധികം കുഴപ്പമില്ലാതെ എത്തി. വേറെ പ്ലെയിനൊക്കെ അപ്പുറമൊക്കെ കാണാം. ഇനി നമ്മൾ ബസ്സിൽ കയറാൻ പോവുകയാണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ. ഞാനാണെങ്കിൽ ഇച്ചിരി ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ ഒരു സീറ്റ് കുറച്ച് ഞാൻ ഇവിടെയൊക്കെ നിന്നു. പിന്നെ ഒരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയി ഇരുന്നു. ഇപ്പോൾ ഒരു മുട്ടൻ ഫാൻ. നമ്മളിത് ഇതൊക്കെ എടുത്ത് അടുത്ത പ്ലെയിനിൽ കയറാൻ പോകണം. എൻ്റെ ടൈം കഴിഞ്ഞു. ഇനി അടുത്ത പ്ലെയിനിൽ കയറും. ഞാൻ പോകേണ്ട സ്ഥലത്തോട്ടുള്ള പ്ലെയിനിൽ കയറാണ്. ഇവിടെ ഞാൻ സാധാരണ സീറ്റിലാണ് ഇരുന്നത്. മറ്റത്തിൽ പ്രീമിയം എക്കോണമി സീറ്റായിരുന്നു. ഇനി ഒരു സാധാരണ സീറ്റിലാണ് ഇരിക്കാൻ പോകുന്നത്. കുറേ ആൾക്കാരുണ്ട് കാരണം മുന്നിൽ. ബാഗൊക്കെ എടുത്തിട്ട് ആകാശത്തിനകത്തേക്ക് കയറാൻ പോകുന്നു. നമ്മൾ കയറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പേപ്പർ, നമ്മുടെ സീറ്റ് നമ്പറൊക്കെ എഴുതിയിരിക്കുന്ന പേപ്പർ, ബോർഡിംഗ് പാസ് അത് വാങ്ങിച്ച് നമ്മുടെ ആ ചേച്ചി നമ്മളോട് നോക്കും. ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമ്മളടുത്ത് ഈ സീറ്റിലേക്ക് ഇങ്ങനെ പോയാൽ ഈ സൈഡിൽ എത്താമെന്ന് പറയും. അങ്ങനെ ഞാൻ ഓപ്പോസിറ്റ് കടന്ന് എൻ്റെ സീറ്റിൻ്റെ അങ്ങോട്ട് പോയി. അവർ നമ്മളോട് നമസ്കാരമൊക്കെ പറയും. നമ്മൾ പ്രീമിയം എക്കോണമി സൈറ്റ് ക്രോസ് ചെയ്തു. ഫസ്റ്റത്തെ കുറേ സൈഡൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പുറം ഇപ്പുറം ബാത്റൂമാണ്. അത് ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് പോയി. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെ ആ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് നമ്മളെ കടത്തിയിട്ടു. അങ്ങനെ ഓരോരുത്തർ സീറ്റിൻ്റെ അവിടെ നിന്ന് ബാഗ് വെക്കുന്നതും കാത്ത് അങ്ങനെ നമ്മൾ നമ്മുടെ സീറ്റിൻ്റെ അടുത്തെത്തി. പിന്നെ ഇതിലേതാണ് എൻ്റെ സീറ്റ് നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കയറിയെങ്കിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തോട്ട് മാറിയിരുന്നായിരുന്നു. മറ്റേതാണ് എൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണെന്ന് വിചാരിച്ച്. പക്ഷെ അല്ല, നടുക്കത്തെ തന്നെയായിരുന്നു എൻ്റെ സീറ്റ്. അങ്ങനെ ഞാൻ ആ സീറ്റിലിരുന്നു. സീറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറേ മാഗസിൻ പോലുള്ള സംഭവങ്ങളൊക്കെ കാണാം. അതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു പേപ്പറും പിന്നെ അല്ലാതെ ടൂറിസ്റ്റ് അട്രാക്ഷൻ കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പേപ്പറൊക്കെയാണ്. പിന്നെ ഞാൻ സ്ക്രീനിൽ കുറച്ച് സംഭവങ്ങളൊന്നും കൊണ്ടുവന്നപ്പോൾ അനൗൺസ്മെൻറ്റൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ മുകളിൽ ബാഗൊക്കെ വെച്ചിരിക്കുന്ന ഓരോരുത്തർ. ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗ് താഴെ വെച്ചു. നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ പില്ലോയും ഒരു നമുക്ക് കവർ ചെയ്ത് ഉറങ്ങാൻ പറ്റുന്ന സമയത്ത് നല്ല ചൂട് നല്ലതായിട്ട് ഇരിക്കാണ്ട് ഒരു സാധനമുണ്ട്. ഞാൻ എൻ്റെ വാച്ച് കൊണ്ടുപോകുമ്പോൾ നല്ല രസമുണ്ടത്. എൻ്റെ പല്ല കമ്പി കാരണം എനിക്ക് എത്ര കംഫർട്ടബിൾ അല്ല ഇരിക്കാനോ ഒന്നും. എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തോട്ട് നോക്കി ആ ചെറിയ വിൻഡോയുടെ അവിടെ കൂടെ ആ പുള്ളിക്കാരൻ വിചാരിച്ചോണ്ട് ഞാൻ എന്തേ കാണിക്കണമെന്ന്. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി തിരിച്ചു നടന്നു. ഇനിയിപ്പം നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന പോലുള്ള സിറ്റുവേഷനാണ്. ദൈവമേ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ പേപ്പറൊക്കെ വാങ്ങിച്ച് നോക്കാനൊക്കെ പോവാണല്ലോ. അങ്ങനെ നമ്മൾ ജർമ്മനിയിലെത്തി. എനിക്കറിയില്ല എങ്ങനെ ഈ സമയത്ത് ഞാൻ ഫീൽ ചെയ്യുന്നതെന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വലിച്ച് പറക്കിക്കൊണ്ട് ലിഫ്റ്റിൽ കയറി എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കുന്ന ഫ്ലോറെത്തി. ലൈറ്റ് ഇട്ടു, അതിനകത്ത് കയറി. ഇനി വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാൻ.